Welcome not to a class but to a place where you can study freely and confidently in your own pace. Before beginning our class, let me ask you some questions. What if I told you that most of our opinions are not actually ours? What if society has already programmed the way we think about race, religion, politics, and even ourselves? So today we are going to learn a beautiful poem, an inspiring, eye-opening, introspective poem, The Rong Radio Station, written by Benjamin Zephaniah. So in this poem, Benjamin Zephaniah, he is not literally talking about a radio station. Instead, he is actually using the wrong radio station as a metaphor, as a symbol. So, mental manipulation, അല്ലെങ്കിൽ psychological manipulation, media misrepresentation, political false narratives, ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ബെഞ്ചമിൻ സെഫാനിയ യൂസ് ചെയ്തിട്ടുള്ള ഒരു മെറ്റഫറാണ് ഇവിടെ wrong radio station എന്ന് പറയുന്നത്. So, in this poem, he is actually talking about the mental programming, mental manipulation done by the society, or even now, we are facing the same situation but in a different way. So, let me ask you another question that have you ever feared or hated a community or a person? അതായത് നമുക്ക് പേഴ്സണലി അറിയാത്ത ഒരു കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ ഒരു ആളിനെ നമ്മൾ ഭയക്കുകയോ വെറുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതെന്തിൻ്റെ ബേസിസിലാണ്, അതാര് പറഞ്ഞിട്ടാണ്, അതെന്ത് നമ്മളുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടാണ്? So this is exactly what the poem is questioning. So, coming to the poet, Benjamin Zephaniah എന്ന് പറയുന്നത് ഒരു ജമൈക്കൻ ഹെറിറ്റേജിലുള്ള ഒരു പോയറ്റാണ്. And he is a black British poet, and also he is strongly influenced by dub poetry and reggae culture. സോ അത്തരത്തിലുള്ള എലമെന്റ്സ് എല്ലാം നമുക്ക് ഈ പോയത്തിൽ കാണാവുന്നതാണ്. സോ ഈ ഒരു പോയം മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് വെച്ചാൽ എങ്ങനെയാണ് മനുഷ്യർ ദിവസേന കാണുന്ന കേൾക്കുന്ന വാർത്തകളിൽ ആകൃഷ്ടരായിട്ട് അതെങ്ങനെയാണ് മനുഷ്യന്റെ ചിന്താഗതിയെ രൂപവത്കരിക്കുന്നത്, അതെങ്ങനെയാണ് നമ്മളുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഇമേജറി അബൌട്ട് എ സർട്ടൻ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, ഇത്തരം ഐഡിയാസ് ആണ് കൊണ്ടുവരുന്നത്. ഈവൻ ദ വിക്ടിംസ് പോലും ബിലീവിങ് ദാറ്റ് ദ കമ്മ്യൂണിറ്റി ഈസ് സംതിങ് നെഗറ്റീവ് അല്ലെങ്കിൽ സംതിങ് ബാഡ് എന്നുള്ളൊരു ഐഡിയോളജിയിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ. സോ വി നോ ദാറ്റ് ഇന്നത്തെ കാലത്താണെങ്കിലും ഫേക്ക് ന്യൂസുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ന്യൂസുകൾ, ചാനൽസിൽ വരുന്ന വാർത്തകൾ, ഇൻഫോർമേഷൻസ്, എവറിത്തിങ് കോൺസ്റ്റന്റ്ലി നമ്മളുടെ ഉള്ളിലേക്ക് വരികയാണ്. ആൻഡ് ആ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ആ ഒരു മീഡിയ എന്ന് പറയുന്നത് ദേ ആർ ആക്ച്വലി റിലീസിങ് ദ ന്യൂസ് ദേ വാണ്ട്, അല്ലാതെ ട്രൂത്ത് ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ ഉപരി ദേ ആർ ഡിസൈഡിങ് എന്ത് ട്രൂത്താണ് പുറത്തേക്ക് പോകേണ്ടത് അല്ലെങ്കിൽ ട്രൂത്തിന്റെ എത്രത്തോളം ഭാഗമാണ് പുറത്തേക്ക് പോകേണ്ടത് എന്നുള്ളത് മീഡിയ ആണ് തീരുമാനിക്കുന്നത്. ഇത് തന്നെയാണ് ഈ ഒരു ബെഞ്ചമിൻ സെഫാനിയ ഈ ഒരു പോയം എഴുതുന്ന കാലഘട്ടത്തിലും നടന്നുകൊണ്ടിരുന്നത്. വി നോ ദാറ്റ് റീസെന്റ് റിലീസ്ഡ് ആയിട്ടുള്ള ഒരു ഫിലിം ഉണ്ട്. വി ക്യാൻ കണക്ട് ദാറ്റ് ഫിലിം ടു ദിസ് പോയം വിച്ച് ഇസ് പ്രതിച്ഛായ. ആൻഡ് ഇൻ ദാറ്റ് ഫിലിം വി ക്യാൻ സീ ദാറ്റ് എങ്ങനെയാണ് ട്രൂത്തിനെ വളച്ചൊടിക്കുന്നത്, എങ്ങനെയാണ് മീഡിയക്ക് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ ഡോമിനന്റ് ഗ്രൂപ്പിന് വേണ്ട രീതിയിൽ സത്യങ്ങളെ വളച്ചൊടിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആളുകളുടെ ഉള്ളിൽ ഒരു ഐഡിയോളജി ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇമേജ്. സോ ബെഞ്ചമിൻ സെഫാനിയ എന്ന് പറയുമ്പം ഹി ഈസ് നോട്ട് ജസ്റ്റ് എ പോയറ്റ് ബട്ട് ആക്ച്വലി ഹി ഈസ് ബിക്കമിങ് എ കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ വോയിസ്. ആളുടെ പോയട്രിയിലൂടെ ഹി ചാലഞ്ചഡ് റേസിസം, അതോറിറ്റി, മീഡിയ പവർ ആൻഡ് സോഷ്യൽ ഇൻജസ്റ്റിസ്. ഈ ഒരു പോയത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലൈനാണ് I have been listening to the wrong radio station. So imagine that നമ്മൾ എന്നും രാവിലെ എണീക്കുന്ന സമയത്ത് വി ആർ ഹിയറിംഗ് ദ സെയിം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് വി ആർ ഹിയറിംഗ് എ സർട്ടൻ കോണ്ടന്റ് ലൈക്ക് വൺ കമ്മ്യൂണിറ്റി ഈസ് ഡേഞ്ചറസ് ഓർ ദിസ് കമ്മ്യൂണിറ്റി ഈസ് വയലന്റ് ഓർ ദിസ് റേസ് ഈസ് ഇൻഫീരിയർ. സോ ഇത് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രാജുവലി സ്ലോലി യുവർ മൈൻഡ് സ്റ്റാർട്ട്സ് അക്സെപ്റ്റിംഗ് ഇറ്റ്. സോ ഈ ഒരു റിപ്പീറ്റഡ് കണ്ടീഷനിങ്ങിനെയാണ് ഇവിടെ റോങ് റേഡിയോ സ്റ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ പോയറ്റ് കോൺസ്റ്റന്റ്ലി ഇത്തരത്തിലുള്ള മിസ് റിപ്രസെന്റേഷൻസ് അല്ലെങ്കിൽ ഫാൾസ് നെറേറ്റീവ്സ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹി ബിലീവ്ഡ് ദാറ്റ് ഫാൾസ് നെറേറ്റീവ് ആസ് ദ ട്രൂത്ത്. സോ ഈ ഒരു പോയത്തിൽ നമുക്ക് ഈ ഒരു പോയറ്റിന്റെ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഈ ഒരു സ്പീക്കറിന്റെ സൈക്കോളജിക്കൽ ജേർണി കാണാൻ സാധിക്കും. ഈ ഒരു ബിഗിനിങ്ങിൽ സ്പീക്കർ ആ സ്റ്റീരിയോ ടൈപ്പുകളെയും അല്ലെങ്കിൽ ആ ബയാസുകളെയും ആ ഒരു മീഡിയ, ആ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജീസ്, അഡ്വർടൈസ്മെന്റ്സ് ഇതൊക്കെ പുറന്തള്ളുന്ന ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളെ ബിലീവ് ചെയ്ത് തുടങ്ങുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹി ഈവൻ ബിലീവ്സ് ദാറ്റ് ഓൾ ദ ബ്ലാക്ക് മെൻ ആർ ക്രിമിനൽസ്, തീവ്സ്, റേപ്പിസ്റ്റ്, ഓൾ ദ മുസ്ലിംസ് ആർ ടെററിസ്റ്റ്. ഈ കൈൻഡ് ഓഫ് തോട്ട്സ് ആയിരുന്നു ഇയാളുടെ മൈൻഡിൽ ഇൻജക്റ്റഡ് ആയിട്ട് ഉണ്ടായിരുന്നത്. സോ സ്ലോലി ഈ കോൺസ്റ്റന്റ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ആളുടെ മൈൻഡിനെയും
തോട്ട്സിനെയും ഒപ്പീനിയൻസിനെയും പെർസ്പെക്റ്റീവിനെയും തിങ്കിങ്ങിനെയും എല്ലാത്തിനെയും ആ ഒരു മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് മീഡിയ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലേക്ക് ആയി തീരുകയാണ്. ബട്ട് ഫൈനലി ഹി റിയലൈസസ് ദാറ്റ് ഹി ഹാസ് ബീൻ മെന്റലി മാനിപ്പുലേറ്റഡ്. അതൊരു സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ആയിരുന്നു എന്നുള്ള റിയലൈസേഷനിലേക്ക് ഇയാൾ എത്തുകയാണ്. ആൻഡ് ആ റിയലൈസേഷൻ ആണ് ഒരു അവയർനെസ്സിലേക്കും ഒരു റെസിസ്റ്റൻസിലേക്കും ഈ ഒരു പോയിന്റിനെ നയിക്കുന്നത്. സോ വെൻ വി ഡിസ്കസ് അബൌട്ട് ദ തീംസ് ആൻഡ് സിംബൽസ്, നല്ല രീതിയിൽ ഇൻട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫൗണ്ട് ആയിട്ടുള്ള തീംസും സിംബൽസും ആണ് ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മീഡിയ പ്രൊപ്പഗണ്ട. ലൈക്ക് വി നോ ദാറ്റ് ക്ലിക്ക് ബൈറ്റ് ന്യൂസ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഒരു വാർത്ത ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന് ആ വാർത്തയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത തലക്കെട്ട് ഹെഡിങ് കൊടുക്കുക എന്നുള്ളത്. സോ ദാറ്റ് ഹെഡിങ് വിൽ ഇംപ്രസ് ദ ഓഡിയൻസ് ആൻഡ് ദേ വിൽ ക്ലിക്ക് ഓൺ ദ വീഡിയോ ആൻഡ് ദേ വിൽ വാച്ച് ദ വീഡിയോ. സോ ഫോർ വ്യൂസ് people are using some kind of methods, some kind of propagandas, social media algorithms, political campaigns, WhatsApp misinformation, selective media narratives. ഇതൊക്കെ ഒരു മീഡിയ പ്രൊപ്പഗണ്ടയാണ്. സോ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, ഡു വി ചൂസ് ഇൻഫോർമേഷൻ ഓർ ഇൻഫോർമേഷൻ ചൂസസ് എന്നുള്ളൊരു ചോദ്യം ഈസ് ഇമ്പോർട്ടൻറ്റ്. So as we have already mentioned, one of the major theme in this poem is media manipulation. So എങ്ങനെയാണ് മീഡിയ മിസ്റിപ്രസെൻറ്റേഷൻ, ഫോൾസ് നെറേറ്റീവ്സ് ആളുകളുടെ മൈൻഡിലേക്ക് എത്തുന്നത്, സ്റ്റീരിയോ ടൈപ്സ്, ബയാസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ആളുകളുടെ മൈൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്നൊരു ഐഡിയ ആണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു പോയിന്റ് ആ ഒരു കാര്യത്തെ സ്ട്രോങ്ലി ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരം മിസ്റിപ്രസെൻറ്റേഷൻ ബ്ലാക്ക് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ മുസ്ലിംസ് അല്ലെങ്കിൽ അതർ മൈനർ കമ്മ്യൂണിറ്റീസിനെ ഒരു നെഗറ്റീവ് ലൈം ലൈറ്റിൽ എത്തിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കാണിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു, സ്പീക്കർ പോലും റിപ്പീറ്റഡ് ആയിട്ട് ഇത്തരം ന്യൂസസ് കേൾക്കുന്ന സമയത്ത് ഹി സ്റ്റാർട്ടഡ് ബിലീവിങ് ദാറ്റ്. ഇൻസ്റ്റെഡ് ഓഫ് പ്രസന്റിംഗ് ട്രൂത്ത്, മീഡിയ പലപ്പോഴും ഡിസ്റ്റോർട്ടഡ് ആയിട്ടാണ് കാര്യങ്ങളെ പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് തന്നെ സെഫാനിയ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്, ഏതൊരു കാര്യവും നമ്മൾ കേൾക്കുന്ന സമയത്ത് ഇവൻ ഇറ്റ് ഈസ് റിപ്പീറ്റഡ്ലി ഇൻസ്റ്റിൽഡ് ടു അവർ മൈൻഡ്സ്, നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഒബ്സർവ്, അനലൈസ് ആൻഡ് ക്രിട്ടിക്കലി തിങ്ക് അബൌട്ട് ഇറ്റ്. എന്നിട്ട് വേണം അത് റിജക്ട് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാൻ. നെക്സ്റ്റ് വൺ ഈസ് റേസിസം ആൻഡ് സ്റ്റീരിയോ ടൈപ്സ്. സോ ഈ ഒരു പോയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, റേസിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് നേച്ചുറൽ. അത് നേച്ചുറലി ഇൻബോൺ ആയിട്ട് വരുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഇറ്റ് ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്. സോ ദ ഫ്രൈറ്റനിങ് പാർട്ട് ഇൻ ദിസ് പോം ഈസ് ദാറ്റ് ഈവൻ ദ വിക്ടിംസ്, ലൈക്ക് ഇപ്പോൾ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ഒരാളാണ് ബെഞ്ചമിൻ സെഫാനിയ. ഈവൻ ദ വിക്ടിംസ്, ഈവൻ ബെഞ്ചമിൻ സെഫാനിയ സ്റ്റാർട്ടഡ് ടു ബിലീവ് ദാറ്റ് ഓൾ ദ ബ്ലാക്ക് പീപ്പിൾ ആർ ക്രിമിനൽസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയം സ്ട്രോങ് ആയിട്ട് തന്നെ ഈ റേസിസത്തിനെയും സ്റ്റീരിയോ ടൈപ്പുകളെയും ഒക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. മറ്റൊരു തീമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഐഡന്റിറ്റി ക്രൈസിസ്. സോ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, സൊസൈറ്റീൻ്റെ കണ്ണിലൂടെ നോക്കി കണ്ടിട്ട് ഒരു വ്യക്തി അയാളെ തന്നെ വെറുക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിയലി ഡേഞ്ചറസ്. ഇന്റേണലൈസ്ഡ് റേസിസം, സൈക്കോളജിക്കൽ കോളനൈസേഷൻ, സെൽഫ് ഏലിയനേഷൻ. സോ ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോവുകയാണ് ബെഞ്ചമിൻ സെഫാനിയനെ പോലെയുള്ള ആളുകൾ. സോ നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ സാധിക്കും, അതായത് ഈ ഒരു ബ്ലാക്ക് മെൻ എല്ലാം ക്രിമിനൽസ് ആണെന്ന് ബിലീവ് ചെയ്യുമ്പോൾ ബെഞ്ചമിൻ സെഫാനിയ അല്ലെങ്കിൽ ദ സ്പീക്കർ ഈസ് ആക്ച്വലി ലൂസിങ് ഹിസ് ഓൺ കോൺഫിഡൻസ്, ലൂസിങ് ഹിസ് ഓൺ ബിലീഫ്, സെൽഫ് ഹേറ്റഡിലേക്കും ഒരു കൺഫ്യൂഷനിലേക്കും മൂവ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഈ ഒപ്രഷൻ അല്ലെങ്കിൽ റേസിസം എന്ന് പറയുന്നത് എക്സ്റ്റേണലി മാത്രമല്ല ഇന്റേണലിയും ആളുകളെ ബ്രേക്ക് ചെയ്യും അല്ലെങ്കിൽ ഇന്റേണലിയും ആളുകളെ കൊളാപ്സ് ചെയ്യും എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ലഭിക്കുന്നുണ്ട്. അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ് പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ. സോ ആൻ ഇമ്പോർട്ടൻറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ആക്ച്വലി ആൻ ഐറോണിക്കൽ ലൈൻ. എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലൈനാണ് ബോംബിംഗ് ഫോർ പീസ് എന്നുള്ള ലൈൻ. ലൈക്ക് വി നോ ദാറ്റ് ഒരിക്കലും ഒരു വാറോ അല്ലെങ്കിൽ ഒരു ബോംബിങ്ങോ ഒരു പീസ് എന്നുള്ളൊരു സ്റ്റേറ്റിലേക്ക് ഒരു സൊസൈറ്റിനെയും എത്തിക്കില്ല. നമുക്കറിയാം, ബോംബിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് സോ ടെറിഫൈങ്, വാർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സോ ഹൊറിഫിക് അല്ലേ. പിന്നെ എങ്ങനെയാണ് ബോംബിംഗ് ഫോർ പീസ് എന്നുള്ളൊരു ഐഡിയോളജിയുമായിട്ട് പൊളിറ്റിക്കൽ ഫിഗേഴ്സ് മുന്നോട്ട് വരുന്നത്? സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്നാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്. വി ഹാവ് ടു റിയലൈസ് ദാറ്റ് ഒരിക്കലും ഒരു വാർ നമ്മളെ പീസിലേക്ക് എത്തിക്കില്ല. സോ ഈ ഒരു പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ, എങ്ങനെയാണ് പൊളിറ്റിക്കൽ പീപ്പിൾ ആളുകളിലേക്ക് തെറ്റായിട്ട് ധാരണകൾ എത്തിക്കുന്നത് എന്നുള്ളൊരു ഐഡിയയും കൂടെ ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ മോഡേൺ പൊളിറ്റിക്കൽ ലാംഗ്വേജിലുള്ള ഒരു അബ്സർഡിറ്റി ആണ് ഇതിലൂടെ പോയിട്ട് കാണിക്കുന്നത്. ഇതിലൂടെ പോയിറ്റ് ഇസ് ആക്ച്വലി ക്രിട്ടിസൈസിങ് ദ ഗവൺമെന്റ്സ് ആൻഡ് ദ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പോയിറ്റ് ഇവിടെ ചോദ്യം ചെയ്യുന്നത് മൊറാലിറ്റി ഓഫ് മോഡേൺ പൊളിറ്റിക്സ് ആൻഡ് ദ പ്രൊപ്പഗണ്ട ഓഫ് മീഡിയ, അതാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെയാണ് ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. വൺസ് അപ്പോൺ എ ടൈം ദ റോങ് റേഡിയോ സ്റ്റേഷൻ വാസ് ദ മീഡിയം ഓഫ് റോങ് ഇൻഫോർമേഷൻ. ഇപ്പം നമ്മൾ വിചാരിക്കും ഇപ്പം അതൊന്നും ഇല്ലല്ലോ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ദിസ് പോയം ഈസ് സ്റ്റിൽ റെലവെൻറ്റ്. അന്നത്തെ കാലത്ത് റേഡിയോ ആയിരുന്നുവെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റഗ്രാം റീൽസ്, അൽഗോരിതം കൺട്രോൾഡ് ഫീഡ്സ്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസേഴ്സ് ഇതൊക്കെയാണ് നമ്മളെ തെറ്റായ ധാരണകളിലേക്ക് എത്തിക്കുന്നതും നമ്മളുടെ സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ നടത്തുന്നതും. So the radio station is a great metaphor, a great symbol in this poem.
സോ അത് റിപ്രസെൻറ്റ് ചെയ്യുന്നത് മീഡിയ, പ്രൊപ്പഗണ്ട, ഐഡിയോളജി, ഇങ്ങനെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഹ്യൂമൻ തിങ്കിങ്ങിനെ എക്സ്റ്റേണലി എഫക്ട് ചെയ്യുന്നു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയുമാണ് ഇവിടെ റോങ് റേഡിയോ സ്റ്റേഷനിലൂടെ കാണിക്കുന്നത്. സോ റോങ് എന്ന് പറയുന്ന വാക്ക് ഈസ് ആക്ച്വലി ഷോയിങ് ദ ബയാസ് അല്ലെങ്കിൽ ദ ഫോൾസ് ഇൻഫോർമേഷൻ ഓർ ദ മാനിപ്പുലേഷൻ. നമ്മളൊരു പോയം വായിക്കുന്ന സമയത്ത് ജസ്റ്റ് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ പഠിക്കുന്നതിന് പകരം വി ഹാവ് ടു ഡെൽവ് ഇൻ ടു ദാറ്റ് പോയം ആൻഡ് കണക്ട് ദാറ്റ് പോയം ഇൻ ടു അവർ കറന്റ് സൊസൈറ്റി. ഓക്കെ, ഓഫ് കോഴ്സ് വി നീഡ് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ. നൊട്ടേഷൻ ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആവശ്യമാണ്. സ്റ്റിൽ ഹിയർ വി ആർ ഡിസ്കസിങ് ഇൻ എ ഡിഫറെൻറ്റ് മാനർ, ഒരു ക്രിട്ടിക്കൽ അനാലിസിസ്. നമ്മളുടെ സൊസൈറ്റി, ഇപ്പോഴത്തെ സൊസൈറ്റിയുമായിട്ട് നമ്മൾ എങ്ങനെ ഈ ഒരു പോയത്തിനെ കണക്ട് ചെയ്യും എന്നുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പോയത്തിലുള്ള പ്രധാനപ്പെട്ട ലൈനാണ് ഐ ഹാവ് ബീൻ ലിസണിങ് ടു ദ റോങ് റേഡിയോ സ്റ്റേഷൻ. സോ കണ്ടിന്യൂസ്ലി കോൺസ്റ്റന്റ്ലി ഈ ഒരു ലൈൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഈസ് ആക്ച്വലി ഷോയിങ് ദ എഫക്ട് ഓഫ് കണ്ടിന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ്, ജസ്റ്റ് ലൈക്ക് ദ റിപ്പീറ്റേറ്റീവ് മെസ്സേജസ് ആർ spread through the social media. So the speaker's journey began from ignorance. Ignorance-il നിന്നും തുടങ്ങിയിട്ട് ഒരു റിയലൈസേഷനിലേക്ക് എത്തുകയാണ് ഈ സ്പീക്കർ. ആൻഡ് ഓൾസോ ഒരു അവയർനെസ്സിലേക്കും ഒരു റെസിസ്റ്റൻസിലേക്കും എത്തുകയാണ്. ഒരു സമയത്ത് തെറ്റായ ധാരണകളാൽ മുഴുകിയിട്ടുണ്ടായിരുന്ന, തെറ്റായ ധാരണകൾ മീഡിയയും പൊളിറ്റിക്സും അഡ്വർടൈസ്മെന്റ്സും ഒക്കെ ഈ സ്പീക്കറിന്റെ മൈൻഡിലേക്ക് ഇൻജെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. He even believed that his own community is bad. But after that he realized that he have been listening to wrong radio station, wrong informations, biased informations, stereotypes. അതിനുശേഷം he realized the fact that media is conveying false narratives. He became aware of himself and he resisted the media misrepresentation, the psychological manipulation done by the media and the political ideologies which will lead the society into trouble. So അതിനൊക്കെ റിജക്ട് ചെയ്യുകയും അതിനോടൊക്കെ റെസിസ്റ്റ് ചെയ്യുകയുമാണ് ഇവിടെ പോയിട്ട് ചെയ്യുന്നത്. So this poem is actually relevant in our current society as well. So deep ആയിട്ടുള്ള thought provoking ആയിട്ടുള്ള ഒരു പോയമാണ് The Wrong Radio Station, written by Benjamin Zephaniah. മീഡിയ ഇൻഫ്ലുവൻസ്, റേസിസം, ഐഡന്റിറ്റി ക്രൈസിസ്, പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ പോയം ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ ഒരു റോങ് റേഡിയോ സ്റ്റേഷൻ എന്ന് പറയുന്ന എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു മെറ്റഫറിലൂടെ ബെഞ്ചമിൻ സെഫാനിയ ഈസ് ആക്ച്വലി ഡിസ്കസിങ് അബൌട്ട് എങ്ങനെയാണ് മീഡിയ ആളുകളുടെ മൈൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ഫോൾസ് ആയിട്ടുള്ള ഐഡിയാസ് ആളുകളുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം ഈ ഒരു പോയം നമുക്കൊരു ഹോപ്പും കൂടെ ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു പോയത്തിന്റെ, ഈ ഒരു സ്പീക്കറിന്റെ അവൈക്കനിങ്, ആ ഒരു റിയലൈസേഷൻ ദാറ്റ് ഹി ഹാസ് ബീൻ ലിസണിങ് ടു ദ റോങ് റേഡിയോ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഉണർന്ന് ചിന്തിക്കുന്ന ആളുകളുടെ പ്രതിഫലനമാണ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി ഷോയിങ് ദ റെസിസ്റ്റൻസ് ഓർ ദി അവയർനെസ് ഓഫ് ദി സൊസൈറ്റി. സോ ദ പോയം അൾട്ടിമേറ്റ്ലി റീഡേഴ്സിനെ പഠിപ്പിക്കുന്നത് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് അവയർനെസ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഓൾസോ നമ്മളുടെ ഹ്യൂമാനിറ്റിയും നമ്മളുടെ ഐഡന്റിറ്റിയും പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ റിജക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കൂടിയാണ് ഈ ഒരു പോയം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സോ വി ഹാവ് ടു തിങ്ക്, നമ്മളുടെ തോട്ട്സ് നമ്മളുടേത് തന്നെയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മളുടെ തോട്ട്സ് നമ്മളുടേതായിരിക്കണം. മീഡിയ, പൊളിറ്റിക്സ് ഇതൊന്നും ആയിരിക്കരുത് നമ്മളുടെ ഐഡന്റിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ പോയം. ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പോയം. എല്ലാ കാലവും റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പോയമാണ്. പോയത്തിന് എക്സാമിൽ ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ: എങ്ങനെയാണ് മീഡിയയും പൊളിറ്റിക്സും ആളുകളുടെ മൈൻഡിനെ സ്വാധീനിച്ച് ബയാസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആളുകളിലേക്ക് എത്തിക്കുന്നത്, തെറ്റിനെ എങ്ങനെയാണ് അവർ ശരിയാക്കി മാറ്റുന്നത്, കള്ളങ്ങളെ എങ്ങനെയാണ് അവർ സത്യങ്ങളാക്കി മാറ്റുന്നത്, അതെങ്ങനെയാണ് ആളുകളുടെ ഉള്ളിൽ ഇൻജക്ട് ചെയ്ത് വെക്കുന്നത്, ഇതൊക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ആൻഡ് ഓൾസോ നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. വി ഹാവ് ടു തിങ്ക് അബൌട്ട് എവറിത്തിങ് ക്രിറ്റിക്കലി. അതിനുശേഷം മാത്രമേ നമ്മൾ തെറ്റും ശരിയും വേർതിരിക്കാൻ പാടുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ ഐ ഓൾറെഡി മെൻഷൻഡ് ദാറ്റ് നമ്മൾ വേറൊരു രീതിയിലാണ് ഈ ഒരു പോയത്തെ പഠിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് നോട്ട് ദ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ വെറുതെ തീംസും സിമ്പിൾസും പറഞ്ഞു പോകുന്നതിന് പകരം വി ആർ ആക്ച്വലി കണക്ടിങ് ദ പോയം ഇൻ ടു അവർ കറന്റ് സൊസൈറ്റി. റിയൽ ലൈഫിലൂടെയാണ് നമ്മൾ ഈ ഒരു പോയത്തിനെ കൊണ്ടുപോയിട്ടുള്ളത്. സോ വെൻ യു റൈറ്റ് യുവർ എക്സാമിനേഷൻ യു ക്യാൻ ഓൾസോ ആഡ് യുവർ ഇന്റർപ്രിട്ടേഷൻ, ബട്ട് റിമെമ്പർ ദാറ്റ് ഈ ഒരു പോയമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻ വേണം നമ്മൾ കൊടുക്കാൻ. ഡോണ്ട് മേക്ക് ദ ആൻസർ ടു മച്ച് സബ്ജക്റ്റീവ്. ദാറ്റ്സ് ഓൾ ഫോർ നൗ. So I hope you understood this poem clearly. If you have any doubts, you can ask me in the comments. And I'm not telling you to subscribe or hit the bell icon. If you like my classes, you can come here again. If you want, you can subscribe. If you like the classes, you can support me. Okay, so thank you for now. Bye-bye.